feasibility study ആദ്യം പ്രൊജക്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഫീസിബിലിറ്റി സ്റ്റേബിൾ ആണോ എന്ന് അറിയുള്ളൂ. ഫൈനാൻഷ്യലി ആ ഒരു പ്രൊജക്ട് സ്റ്റേബിൾ ആണോ എന്ന് നോക്കാനാണ് ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ നടത്തുന്നത്. ആദ്യം റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷനകത്ത് നമ്മൾ അതിന്റെ ഡോക്യുമെന്റ് SRS ഡോക്യുമെന്റ് നടന്നത് ഇപ്പോൾ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ടീം ആ ഒരു ഇതുണ്ടോ നമ്മൾ റിക്വയർമെന്റ് അനാലിസിസ് സ്പെസിഫിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഡിസൈൻ ആ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്ന രീതി അതല്ല. കോഡിംഗ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ് നമ്മൾ ആ പ്രോജക്റ്റിനെ മോഡലൈസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ കോഡിംഗ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. സിസ്റ്റം ടെസ്റ്റിംഗ് ആൻഡ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആണ്. അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൊഡ്യൂളിനെല്ലാം കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ടെസ്റ്റിംഗ് നടത്തും. പിന്നെ മെയിൻ്റെനൻസ് ഈ ഫുൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് ആ സോഫ്റ്റ്വെയർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഈ എന്താണ് ഷേപ്പാണ് അല്ലെങ്കിൽ നമുക്ക് മെയിൻ്റെനൻസിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വാട്ടർഫോൾ മോഡലൊക്കെയാണ് ഏറ്റവും വലിയ കുഴപ്പം ഇതിനകത്ത് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ഇത് ആ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസൈനറിലോട്ട് പോയിട്ടാണ് പ്രോബ്ലം കാണുന്നത്. നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഫുൾ മെയിൻ്റെനൻസ് പോയിട്ട് അവിടാണ് എല്ലാം അവർ ചെക്ക് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ഐട്രേറ്റീവ് വാട്ടർഫോൾ ആണെന്ന് പറയുമ്പോൾ നല്ല സിമ്പിളായിട്ടാണ് എടുക്കുന്നത്. കാരണം ഏറ്റവും വലിയ ഡിഫറൻസ് ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. മെയിൻ്റെനൻസ് ഇതിനകത്ത് ഏറ്റവും വലിയ ടാസ്ക് ഈ വാട്ടർഫോൾ മോഡൽ ഐട്രേറ്റീവ് വാട്ടർഫോൾ മോഡലുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് മെയിൻ്റെനൻസിനകത്തായിരുന്നു. കാരണം ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പ്രോസസ്സും ചെയ്ത് കഴിഞ്ഞാൽ അവസാനമാണ് വാട്ടർഫോൾ മോഡലിനകത്ത് മെയിൻ്റെനൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം മെയിൻ്റെനൻസ് പാർട്ടാണ്. ഇതിനകത്തുള്ള മേജർ ഡിഫറൻസ് നല്ല ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കോഡിംഗ് യൂണിറ്റ് ടെസ്റ്റിംഗ് യൂണിറ്റിനകത്ത് അത് വന്നു കഴിഞ്ഞിട്ട് ഒന്നിന് കുഴപ്പമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രീവിയസ് യൂണിറ്റിനോട് നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലാക്കാനെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?